സൗണ്ട് ഔട്ട്ഡോർ സ്പീക്കറാണ് ഇന്ന് ഞാൻ അൺബോക്സ് ചെയ്യുന്നത്. ഇത് 3 കളറിൽ അവൈലബിൾ ആണ്. റെഡ്, ബ്ലൂ, ബ്ലാക്ക്. ഞാൻ ഇതിനൊപ്പം തന്നെ ഒരു കോമ്പാക്റ്റ് പവർ ബാങ്ക് കൂടി വാങ്ങിച്ചിട്ടുണ്ട്. MIയുടെ ബിൽറ്റ് ഇൻ കേബിൾ വരുന്നത്. ഇതിന് എനിക്ക് പ്രൈസ് വന്നത് 1799 രൂപയാണ്. ഇതിൽ MRP 4999 ഇതിന് MRP വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മളെ സ്പീക്കറിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ സ്പെസിഫിക്കേഷൻസ് കുറച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട്. ഹൈ ക്വാളിറ്റി സൗണ്ടാണ്. ഞാൻ വാങ്ങിച്ചത് റെഡ് കളർ സ്പീക്കറാണ്. ഹൈ ക്വാളിറ്റി സൗണ്ട്, 30 വാട്ട്സ്. അതുപോലെ തന്നെ ട്രൂ വയർലെസ് സ്റ്റീരിയോ, 12 ഹവർ പ്ലേ ടൈം കിട്ടുന്നുണ്ട്. പിന്നെ IP67 വാട്ടർ പ്രൂഫ്, ബിൽറ്റ് ഇൻ മൈക്രോഫോൺ. പാക്കിംഗ് ഒക്കെ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. പാക്കിംഗ് ഒക്കെ പക്ക പെർഫെക്റ്റ് ആണ്, കുഴപ്പമില്ല. നല്ല പാക്കിംഗ് ആണ്. കംപ്ലൈൻ്റ് ഒന്നും ഉണ്ടായില്ല. ഞാൻ തുറന്ന് നോക്കിയപ്പോൾ കംപ്ലൈൻ്റ് ഒന്നും കണ്ടില്ല. പിന്നെ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഇങ്ങനെയാണ് ഇത് വന്നിട്ടുള്ളത് ബോക്സിൽ. ഇത് കോമ്പാക്റ്റ് പവർ ബാങ്ക്. ഒരു മെറ്റൽ ബ്ലാക്ക് ആണ് ഇത് വരുന്നത്. മാറ്റി ബ്ലാക്ക് ആണ് വരുന്നത്. റെഡ് സ്പീക്കറാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. ഈ ബോക്സിലാണ് അത് വന്നിട്ടുള്ളത്. അതിൻ്റെ പുറത്ത് അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ ബോക്സ്, കാർഡ്ബോർഡ് ബോക്സ്. ഇതിലത് അവർ പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. 12 hours. ഹൈ ക്വാളിറ്റി സൗണ്ട്, ട്രൂ വയർലെസ് സ്റ്റീരിയോ, 12 hours ഓഫ് പ്ലേ ടൈം, IP67 വാട്ടർ പ്രൂഫ്, ബിൽറ്റ് ഇൻ മൈക്രോഫോൺ. ഇതതിൻ്റെ ചാർജിങ് കേബിള്. ഇതാണ് സ്പീക്കർ വരുന്നത്. C ടൈപ്പ് കേബിളാണ് വരുന്നത്. ഇതാണ് സ്പീക്കർ. കാണാൻ നന്നായിട്ട് ക്യൂട്ടായിട്ടുണ്ട്. ബട്ടൺസൊക്കെ മുകളിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂടൂത്ത്, അതിൻ്റെ ബാക്കി സ്വിച്ച് ഒക്കെ വേറൊരു സൈഡ് കൊടുത്തിട്ടുണ്ട്. ഇതതിൻ്റെ C ടൈപ്പ് കേബിള്. ചാർജിങ് പോർട്ട്, കണക്ട് ചെയ്യാനുള്ള പോർട്ടാണത്. ഇതാണ് പവർ ബാങ്ക്. പവർ ബാങ്കും കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട്. ഇതാണ് പവർ ബാങ്ക് വരുന്നത്. കവറിങ് ഒക്കെ പാക്കിംഗ് ഒക്കെ നന്നായിട്ട് തന്നെ ചെയ്ത് വിട്ടിട്ടുണ്ട്. ബിൽറ്റ് ഇൻ കേബിളാണ് ഇതിൽ വരുന്നത്. സ്വിച്ച്, അതിൻ്റെ പോർട്ട്, ബിൽറ്റ് ഇൻ കേബിള്, കണക്റ്റിംഗ് പോർട്സാണിത്. പോർട്സൊക്കെയാണിത്.